മന്ത്രിസഭാ പുനഃസംഘടനയിൽ എൽഡിഎഫ് ഘടകകക്ഷികളിൽ അതൃപ്തി. ആർജെഡിയാണ് പുനഃസംഘടനയിൽ അതൃപ്തി അറിയിച്ചത്. മറ്റ് ഘടകകക്ഷികൾക്ക് എല്ലാ മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ തങ്ങളെ പരിഗണിച്ചില്ലെന്നാണ് പരാതി. രണ്ടാം പിണറായി സർക്കാരിൽ മന്ത്രിസ്ഥാനങ്ങൾ വീതം വച്ചപ്പോൾ LJD ആയിരുന്നു ശ്രേയാംസ് കുമാറിന്റെ പാർട്ടി. അന്ന് ജനതാദൾ പാർട്ടികൾ ഒന്നിച്ച് ഒറ്റ പാർട്ടിയാകണമെന്ന ആവശ്യമാണ് LDF മുന്നോട്ട് വച്ചത്. അത് നടക്കാത്ത സാഹചര്യത്തിൽ 2 MLA-മാരുള്ള ജനതാദൾ എസിലെ K കൃഷ്ണൻകുട്ടിയെ മന്ത്രിയാക്കി. ഒറ്റ MLA മാത്രമുള്ള LJDയെ തഴഞ്ഞു. അടുത്തിടെ LJD RJDയിൽ ലയിച്ച് ഒറ്റ കക്ഷിയായി. ദേശീയതലത്തിൽ ദേവഗൌഡ NDAയുടെ ഭാഗമായതോടെ സംസ്ഥാനത്ത് രാഷ്ട്രീയ പ്രതിസന്ധിയിലായ ജനതാദൾ എസിന്റെ നിലനിൽപ്പ് ചോദ്യം ചെയ്താണ് RJD ഇപ്പോൾ മന്ത്രിസ്ഥാനം അവകാശപ്പെടുന്നത്. KP മോഹനനാണ് RJDയുടെ MLA. ഒറ്റ MLA-മാരുള്ള മറ്റു ഘടകകക്ഷികളെ പരിഗണിച്ചപ്പോൾ തങ്ങളെ മാത്രം ഒഴിവാക്കിയതിലാണ് RJDക്ക് അതൃപ്തി. മാത്രമല്ല, കൃഷ്ണൻകുട്ടിയെ മന്ത്രിസ്ഥാനത്തു നിന്നും നീക്കണമെന്ന അഭിപ്രായവും RJDക്കുണ്ട്. നേരത്തെ കോവൂർ കുഞ്ഞുമോനും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദം ഉന്നയിച്ചിരുന്നു. ഇതുകൂടാതെ NCP മന്ത്രി AK ശശീന്ദ്രനെ മാറ്റി പകരം തന്നെ മന്ത്രിയാക്കണമെന്ന് കുട്ടനാട് MLA തോമസ് K തോമസ് അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. നിലവിലെ മന്ത്രിസഭാ പുനഃസംഘടനയിൽ അസംതൃപ്തരായ ഘടകകക്ഷികൾ അടുത്ത ഇടതുമുന്നണി യോഗത്തിൽ അതൃപ്തി പ്രകടമാക്കിയേക്കും. ജനം, തിരുവനന്തപുരം.